ശങ്കർജി, കമൽജി, നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ട് പറയുക, ഇനി ഇന്ത്യൻ 3 എങ്കിലും നന്നായിട്ട് ഉണ്ടാക്കിക്കോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ആ പടത്തോടെ ശങ്കർജിയുടെ പടങ്ങൾ കാണുന്നത് നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, ഈ പടത്തിന്റെ റിവ്യൂ പറയും മുമ്പ് ഒരു കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഗോവയ്ക്ക് പോയി കേട്ടോ. ചെന്നിറങ്ങിയപ്പോ തൊട്ട് ഭയങ്കര മഴ, വെള്ളപ്പൊക്കം, തിരിച്ചു വരാനുള്ള ടിക്കറ്റ് വരെ കൺഫേം ആയ ട്രെയിൻ പോലും ഇല്ല. ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇന്ന് പോയതാ ഇന്ത്യൻ 2 കണ്ടു. ഇനി ഈ ആഴ്ച എന്തൊക്കെ ദുരന്തങ്ങളാണോ ഞാൻ സഹിക്കാൻ ബാക്കിയുള്ളത്, എന്റെ ദൈവമേ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അപ്പൊ നിങ്ങൾ പറയും ഗോവയിലെ ക്ലൈമറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയാൽ പോരായിരുന്നു, ആരും മുന്നറിയിപ്പ് തന്നില്ലേ എന്നൊക്കെ. ഇല്ല, ആരും തന്നില്ല. പക്ഷെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതാണ് മുന്നറിയിപ്പ്. 1996 ഇറങ്ങിയ ഇന്ത്യൻ എന്ന സിനിമ ഞങ്ങളിൽ പലർക്കും ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയാണ്. അതിലെ പാട്ട്, ആ പടം ഒക്കെ ഭയങ്കര രസമായിരുന്നു. സത്യം പറയാലോ, ആ പടത്തിന് പേരുദോഷം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഒരു സീക്വലിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു. ആരും ആവശ്യപ്പെടാത്ത ഒരു സെക്കൻഡ് പാർട്ട്, ഇന്ത്യൻ 2. കമൽഹാസൻ, ശങ്കർ ഒന്നിച്ച ഈ പടത്തെക്കുറിച്ചാണ് ഇന്നും. ആദ്യം തന്നെ പടത്തിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ പറയാനായിട്ട്. ഈ അഴിമതിക്കെതിരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, അതും ഗ്രാഫിക്സ്, 3D ആനിമേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഈ കോമൺ മാനെ പോലെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് അത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്, അത് വളരെ നല്ലൊരു ഐഡിയ ആയിരുന്നു. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് 3D ആനിമേറ്റേഴ്സ്. പിന്നെ ഗ്രാഫിക്സിൽ നമ്മുടെ നെടുമുടി വേണുചേട്ടൻ, അതുപോലെ വിവേക് തുടങ്ങിയവരെ ഡീപ്പ് ഫേക്ക് ഉപയോഗിച്ച് കൊണ്ടുവന്നത് നന്നായിട്ടുണ്ടായിരുന്നു. നെടുമുടി വേണുവിന്റെ പോർഷൻസ് അത്യാവശ്യം നല്ല പക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് വിവേകിന്റെ ചില പോർഷൻസ് ഒക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഡീപ്പ് ഫേക്കിംഗ് ചെയ്യില്ലേ, അത് എങ്ങനെയിരിക്കും, അതുപോലെ ചില ഭാഗങ്ങൾ നല്ല ബോറായിട്ടും തോന്നി. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ഈ വീഡിയോ തീരില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ കുറച്ച് മൈൽഡായിട്ട് സ്പോയിലേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ പടം കാണാനായിട്ട് അതിയായി ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ വാണിംഗ്. സോ ഇനി നെഗറ്റീവ്സ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ഓവർ മെലോഡ്രാമയുള്ള കുറെ സീക്വൻസുകൾ, ചില സമയത്ത് ആക്ടിങ് തന്നെ വളരെ മോശമാണ്. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇമോഷണൽ കണക്ഷനും തോന്നില്ല. കമൽഹാസന്റെ പ്രസൻസിന് പോലും പടത്തിനെ രക്ഷിക്കാനായില്ല എന്ന് തന്നെ പറയാം. അനിരുദ്ധിന്റെ മ്യൂസിക് ഒക്കെ വളരെ ആവറേജ്, പടം തന്നെ മൊത്തത്തിൽ ബിലോ ആവറേജ്. അവസാനം കാണിച്ച ആ ഒരു ഇന്ത്യൻ 3യുടെ ഗ്ലിംസസ് ഒക്കെ കൊള്ളാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു പഴയ കാലം, ആ ഒരു പീരിയോഡ് പോർഷൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ 2 വരും ഇന്ത്യന്റെ സീക്വൽ ആയിട്ട് ആ ഒരു ഇന്ത്യൻ 3 ഇറക്കിയാൽ മതിയായിരുന്നു. പറഞ്ഞു ഒന്നും തീർന്നില്ല. വളരെ ദുർബലമായിട്ടുള്ള തിരക്കഥ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ, ഡയലോഗുകൾ, വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മേക്കപ്പ്, മൊത്തത്തിൽ ടോട്ടൽ ഡിസപ്പോയിന്റ്മെന്റ്. സച്ച് എ വേസ്റ്റ് ഓഫ് ടൈം, സച്ച് എ തല്ലിപ്പൊളി മൂവി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സേനാപതിയുടെ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അവതാരമാണ് ഇന്ത്യൻ 2 നമ്മളെ കാണിക്കുന്നത്. ഈ നെല്ലിപ്പലക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാനത് കേട്ടിട്ടേ ഉള്ളൂ, എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ശരിക്കും അത് കണ്ടത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളുമായിരുന്നു പറയാം. ഞാനിങ്ങനെ ഇടയ്ക്കിടെ വാച്ച് എടുത്ത് നോക്കും, 3 മണിക്കൂറായോ എന്ന്. അങ്ങനെ ഞാൻ നെല്ലിപ്പലക എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞു ഗൈസ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഉലക നായകൻ കമൽഹാസന്റെ ഉൾപ്പെടെ ആരുടെയും പെർഫോമൻസ് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ചിലയിടത്ത് കമൽഹാസന്റെ ലിപ്സിങ്ക് തന്നെ വളരെ ബോറായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് ചില ഡയലോഗ്സ് ഒക്കെ പുള്ളി ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ തെലുങ്കിലോ ഒക്കെ പറയുകയും ഡബ് ചെയ്തപ്പോൾ തമിഴിലാക്കി മാറ്റിയതാണ് എന്ന് തോന്നിപ്പോയി. അതുപോലെ തന്നെ പടത്തിലെ ചില ഹിന്ദി ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അവരെല്ലാം തമിഴാണ് സംസാരിക്കുന്നത്. ഗുജറാത്തികൾക്ക് ഇത്രയും നന്നായിട്ട് തമിഴ് അറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥ്, രാഹുൽ പ്രീത് സിംഗ്, പ്രിയ ഭവാനി ശങ്കർ, സമുദ്രകനി, ജഗൻ, രേണുക ഒക്കെ മരിച്ചഭിനയിക്കുന്നുണ്ട്. പക്ഷെ തേങ്ങ എത്ര അരച്ചാലെന്നാ, താളല്ലേ കറി. എസ് ജയസൂര്യൊക്കെ വളരെ ലൗഡായി അഭിനയിക്കുന്ന ഒരു നടനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിൽ പുള്ളിയുടെ ലുക്കും ഗെറ്റപ്പും ഒക്കെ നല്ല ഓവറായിരുന്നു. കുറെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് അത് ഈ പാട്ടിൽ പുള്ളിക്ക് ഒന്നും തന്നെ ഒരു തേങ്ങയും ചെയ്യാനില്ലായിരുന്നു. അടുത്ത പാട്ടിലായിരിക്കും പുള്ളിക്ക് വല്ലതും ചെയ്യാനുള്ളത്. സോ 3rd പാർട്ടിൽ പുള്ളി സ്ട്രോങ് ആയിരിക്കും എന്ന് വിചാരിക്കാം. ബോബി സിംഹയും അവസാനം ഒരു കോമഡി പീസാക്കി മാറ്റി. അനശ്വര നടൻ മനോബാല കൊള്ളാമായിരുന്നു. ഡൽഹി ഗണേഷ്, കാളിദാസ് ജയറാം, ബ്രഹ്മാനന്ദം മുതൽ രജനീകാന്ത് വരെ ക്യാമിയോ അപ്പിയറൻസിൽ വരുന്നുണ്ട്. അനിരുദ്ധ് BGM ഇട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. വളരെ ടെൻഷൻ ബിൽഡ് ആക്കിയ കുറച്ച് സീക്വൻസുകൾക്കൊക്കെ ശേഷം അതിനിടയ്ക്ക് രാഹുൽ പ്രീത് സിംഗ് വളരെ ഗ്ലാമറസ് ആയിട്ട് സ്ലോ മോഷൻ ഇങ്ങനെ വരുന്ന ഒരു ഇൻട്രോ വിത്ത് സ്പെഷ്യൽ BGM ഒക്കെ ഉണ്ട്. 95-ലായിരുന്നെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചാണ്. കമൽഹാസന്റെ ഇൻട്രോയ്ക്ക് തൊട്ട് മുമ്പ് ഒരാവശ്യവുമില്ലാത്തൊരു ഐറ്റം സോങ് വരുന്നുണ്ട്. അതും വളരെ വെറൈറ്റി ആൻഡ് ഇന്നോവേറ്റീവ് കൊറിയോഗ്രഫി ഒക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ 2 പീസ് ഇട്ട നർത്തകിമാരെ ബ്രസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. അരെ വാ. ക്യാമറ ഓക്കെ, പക്ഷേ എഡിറ്റിംഗ് ടേബിളിൽ കുറച്ച് സീൻസ് ഒക്കെ നന്നായിട്ട് കട്ടി, കുറച്ചുകൂടി പടം ചുരുക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു നോർത്ത് ഇന്ത്യൻ പണക്കാരൻ്റെ സ്വർണ്ണമുറിയും അവിടുത്തെ കുറേ സീനുകളും ഓട്ടവും അതിനൊക്കെ എന്നാ നീളമാണ്. പിന്നെ മേക്കപ്പ് ചിലയിടത്തൊക്കെ നല്ല ബോറായിരുന്നു. കമൽഹാസന്റെ മുഖത്ത് ഇങ്ങനെ ഒട്ടിച്ചേക്കുന്ന മാവൊക്കെ ഇങ്ങനെ
പൊളിഞ്ഞടർന്ന് വീഴുമെന്ന് എനിക്ക് തന്നെ പേടി തോന്നിപ്പോയി. ഇനി പടത്തിലെ പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ്സിനെ കുറിച്ചൊക്കെ പറയാൻ പോവുകയാണെങ്കിൽ ചില സീൻസ് ഒക്കെ കണ്ടപ്പോൾ ഈ പടം 2024-ലല്ല 96-ലും അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പെങ്ങാണ്ട് റിലീസ് ആവേണ്ട പടമായിരുന്നു എന്ന് തോന്നിപ്പോയി. ഈ കമൽഹാസൻ ഒരു മർമ്മമൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ പൗരുഷമുള്ള ഒരു വില്ലൻ ക്യാരക്ടറിനെ വളരെ സ്ത്രീത്വമുള്ള എഫിമിനേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാക്കി മാറ്റുന്ന ആ ഒരു സീനൊക്കെ ശങ്കർജി, നിങ്ങളുടെ സിനിമയിലെ ഈ ഒരു സീക്വൻസ് എടുത്ത് വെച്ച് ഈ LGBT കമ്മ്യൂണിറ്റിക്കാരെയൊക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കൺവേർഷൻ തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരു പാഠപുസ്തകമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. വാട്ട് ആൻ ഐഡിയ ശങ്കർജി. തെറ്റു ചെയ്യുന്ന ഭാര്യയെ അടിച്ച് നേരെയാക്കുന്നത് ഭർത്താവിൻ്റെ കടമയാണെന്ന് പറയുന്ന സമുദ്രകന്യയുടെ ലഞ്ചം ഓഫീസർ. ബൈ ദ വൈ, ഈ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ കൺവിക്റ്റുകളൊക്കെ അവർക്ക് വളരെ നീണ്ട കഥാപ്രസംഗം നടത്താനുള്ള അവസരം പോലീസുകാരൊക്കെ കൊടുക്കുമോ? എനിക്കറിയില്ല. ഈ ലൈക്ക പ്രൊഡക്ഷൻസിനും അതുപോലെ ഗോകുലം ഗോപാലനും ഒക്കെ ഈ പടത്തിന്റെ ബഡ്ജറ്റ് വെച്ച് വേണമെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആവേശമോ മഞ്ഞുമൽ ബോയ്സോ ഒക്കെ നിർമ്മിക്കാമായിരുന്നു. ഇനി അതല്ല, എനിക്ക് നഷ്ടപ്പെട്ട 3 മണിക്കൂറും 165 രൂപ ടിക്കറ്റിന്റെ ചാർജും പെട്രോൾ അടിച്ച 140 രൂപയും തിരിച്ചു തരുമോ നിങ്ങൾ? സത്യം പറയാലോ, സുജാത എന്ന ഒരു റൈറ്റർ ആയിരുന്നു ശങ്കറിന്റെ ബലം. അദ്ദേഹം പോയതോടെ ശങ്കർ തീർന്നു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് തെളിയിക്കുന്ന പടമാണിത്. ഇനി ഈ പടത്തിന്റെ 3rd പാർട്ട് വരുമ്പോൾ ശങ്കർജി കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് മനസ്സിരുത്തി നന്നായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് 2025 തന്നെ ഇതിന്റെ 3rd പാർട്ട് വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. നല്ലോണം ടൈം എടുത്തിട്ട് നന്നായിട്ട് കൊണ്ടുവന്നാൽ മതി. എന്തായാലും ഫിലിം റോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നവർക്ക് ഭാവിയിൽ OTTയിൽ ഈ പടം റിലീസാകുമ്പോൾ 100K അടിക്കാൻ പറ്റുന്ന വീഡിയോ ഉണ്ടാക്കാനുള്ള മറ്റൊരു മുതലായി. അതുപോലെ തന്നെ ട്രോളന്മാർക്കും. ഈ സിനിമയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് അഴിമതിക്കെതിരെ, അതുപോലെ നാട്ടുകാരിൽ നിന്നും ഇങ്ങനെ കാശൊക്കെ ഈടാക്കി സുഖിക്കുന്ന ആൾക്കാർക്കെതിരെ യുവാക്കളൊക്കെ പോരാടണമെന്നൊരു സന്ദേശമാണ് സിനിമ നൽകുന്നത്. അത് വളരെ നല്ലൊരു സന്ദേശമാണ്. ഞാനും ഈ വീഡിയോയിലൂടെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, വളരെ മോശം സ്ക്രിപ്റ്റിലുള്ള ഒരു സിനിമ കാണിച്ച് ആൾക്കാരുടെ കാശും വിലപ്പെട്ട സമയവും പാഴാക്കുന്നതിന് എതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി ഞാൻ സേനാപതി പറഞ്ഞത് ഫോളോ ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അതോ നിങ്ങളും ഇതിലെ കറപ്റ്റഡ് ഓഫീസേഴ്സ് കാണിക്കുന്നത് പോലെ ഈ പടത്തിനെതിരെ പറയുന്നവരുടെ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടി കോപ്പറേറ്റ് ക്ലെയിം ഇടുമോ? എന്നെ സാർ, ഇത് ഉങ്ക ഐഡിയ താനേ. പ്ലീസ് ബി അപ്ഡേറ്റഡ് ശങ്കർ ജി, കമൽ ജി, ഗോ ബാക്ക് ഇന്ത്യൻ ജി, കണ്ടവരെല്ലാം മൂഞ്ചി. മ്യാവ്.